ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സിമ്പിൾ റൈസും ചിക്കൻ റോസ്റ്റുമാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ എണ്ണയ്ക്കകത്ത് നമ്മൾ സവോള വരട്ടും. അതിലേക്ക് നമ്മൾ ജിഞ്ചർ, ഗാർലിക്ക്, മല്ലിയില, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ തന്നെ തക്കോലം, ദെൻ ബേ ലീഫ്, അതുപോലെ ഗ്രീൻ ചില്ലി, ദെൻ നമ്മൾ പെരുംജീരകം എല്ലാം കൂടി നന്നായിട്ട് മിക്സിക്കകത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് നന്നായിട്ട് ചേർക്കുക. അപ്പോൾ ചില്ലിയൊക്കെ നമ്മൾ ഗ്രീൻ ചില്ലിയൊക്കെ നമ്മുടെ എരിവ് അനുസരിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല എരിവ് വേണം, ഒരു 2-3 ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ വരട്ടുക എണ്ണയ്ക്കകത്തിട്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ആഡ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം, നമുക്ക് നമ്മുടെ ഒരു ഫ്ലേവറിനനുസരിച്ച്. അപ്പം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് നമ്മളിനി ചേർക്കാൻ പോകുന്ന ടൊമാറ്റോ പ്യൂരിയാണ്. ടൊമാറ്റോ നന്നായിട്ട് നമ്മൾ മിക്സിക്കകത്തിട്ട് ഒരു ചെറിയ ടൊമാറ്റോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊരു പ്യൂരി ഫോമിലേക്ക് ആക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ടൊമാറ്റോ ഇങ്ങനെ ആഡ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അത് നന്നായിട്ട് നമ്മൾ വരട്ടുക, നന്നായിട്ട് വരട്ടിയെടുക്കണം. അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി കിട്ടുന്നിടം വരെ. എന്നിട്ട് നമ്മളിനി പൊടി ആഡ് ചെയ്യുവാണ്. നമ്മൾ മുളക് പൊടി, ഇതൊക്കെ നമുക്ക് ഈ പൊടികളൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. നമ്മളിതിനകത്ത് വേണേൽ ഇപ്പോൾ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. ഞാൻ പെപ്പർ പൗഡർ ആക്കാതെ ആ പെപ്പർ തന്നെ ഞാൻ നമ്മൾ ആ പട്ട ഗ്രാമ്പൊക്കെ അരച്ചതിനകത്ത് ഇട്ടിട്ടുണ്ട് നന്നായിട്ട്. അപ്പം വേണേൽ ഇതിനകത്ത് കുറച്ച് പെപ്പർ പൗഡറായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ മസാലകളൊക്കെ ആഡ് ചെയ്തിട്ട് ഗരം മസാല പൊടിയായിട്ടും ഗരം മസാല സ്പൈസസ് ആ പട്ട ഗ്രാമ്പുമായിട്ടും നമ്മൾ അരച്ച് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്യണേ. അതാണ് അതിൻ്റെ കാരണം. ഈ നന്നായിട്ട് ഈ പൊടിയുടെ ആ കുത്ത്, അല്ലെ പിന്നെ ആ പൊടിയുടെ ആ ഒരു കുത്ത് ടേസ്റ്റ് കാണും. എന്നിട്ട് കുറച്ച് തൈര് കൂടെ ആഡ് ചെയ്യുക. ഒരു ഇത്രേശ്ശെ തൈര് മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്തൊന്നും നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. അപ്പം ഇതുപോലെ നോൺ സ്റ്റിക്കിലാകുമ്പോൾ നമ്മൾ അധികം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അടി ചിലപ്പോൾ പിടിക്കും. അപ്പോൾ അടി പിടിക്കാത്ത പാത്രത്തിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഏറ്റവും നന്നായി നോൺ സ്റ്റിക്കിൽ തന്നെ ഇങ്ങനത്തെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ഇച്ചിരി എണ്ണയും മതിയല്ലോ, കാരണം ഇത് വെള്ളം നമ്മൾ ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ തൈര് ആഡ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ കുറച്ചുകൂടെ ഞാൻ ആഡ് ചെയ്യും. നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ വറുത്തും വേണം ഇതിനകത്ത് ചേർക്കാം. ഞാനിപ്പോൾ വറക്കുന്നൊന്നുമില്ല, ചുമ്മാ സാധാരണ രീതി ചിക്കൻ അങ്ങോട്ട് ആഡ് ചെയ്യുവാണ്. ഇത് വറുത്ത് ഒരു സെമി വറക്കാം, നന്നായിട്ടും വറക്കാം, നമ്മുടെ അനുസരിച്ച്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ, ഒരു ശകലം വെളിച്ചെണ്ണയും കൂടെ തൂകുന്നുണ്ട്. പിന്നെ നമ്മൾ റൈസിന് വേണ്ടി നമ്മൾ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ക്യാരറ്റും ബീൻസും നമ്മൾ ക്യാപ്സിക്കവും പിന്നെ ആ സ്പൈസും ഒക്കെ ആഡ് ചെയ്യുക. അത് പട്ടയും ഗ്രാമ്പും ഒക്കെ ആഡ് ചെയ്യുക. ദെൻ തിളയ്ക്കുമ്പോൾ അരി നമ്മൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ വേണം അരി ഇടാൻ വേണ്ടിയേ. എന്നിട്ട് നമ്മുടെ ചിക്കൻ കറി ഇടയ്ക്കൊന്ന് നോക്കിയപ്പോൾ കണ്ടു നന്നായിട്ട് എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നതനുസരിച്ചാണ് കണക്ക് വരുന്നത്. അപ്പോൾ കണ്ടോ, വെള്ളമൊന്നും ചേർത്തില്ലെങ്കിലും ആ ചിക്കനിൽ ഓൾറെഡി ഉള്ള വെള്ളം ഉണ്ടല്ലോ, അതങ്ങ് ഇറങ്ങിക്കോളും. നമ്മൾ ചിക്കൻ വറുത്ത് കഴിയുമ്പം അധികം ഇങ്ങനെ വെള്ളം ഇറങ്ങത്തില്ല. ഇതിപ്പോൾ നമ്മൾ ഫ്രൈ അല്ലാത്തതുകൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി നല്ല ഇതായിട്ട് വന്നു. നമുക്കിനി അതായത് കിസ്മിസ് അണ്ടിപ്പരിപ്പും നമ്മൾ നെയ്ക്കകത്തിട്ട് നന്നായിട്ട് ചൂടാക്കുക. ഇത് നമ്മൾ ഒരുപാട് ആർഭാടമൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ഒരു റൈസും. ഗീ റൈസ് എന്ന് പറയാൻ പറ്റത്തില്ല, ഗീ റൈസിനകത്ത് നമ്മൾ ഒരുപാട് ഗീ ചേർക്കുന്നുണ്ട്. ഇത് ഗീ റൈസൊന്നുമല്ല, നോർമൽ ഇത് വേണം ദം ചെയ്യാം. ഞാൻ ദമ്മായിട്ട് വെക്കുന്നില്ല, വെറുതെ ഒരു സിമ്പിൾ ഒരു ബിരിയാണി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ, വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ, നമ്മുടെ വീട്ടിൽ നമുക്കുള്ള വെച്ചുണ്ടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് എസൻസ് ഒക്കെ ആഡ് ചെയ്യാം, അതുപോലെ സോയാ സോസ് അങ്ങനെയൊക്കെ വേണം. നമുക്ക് നമ്മുടെ അതനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ നന്നാക്കി വെക്കാം. ഇതൊരു സിമ്പിളാണ്, വലിയ ആർഭാടമൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് നമ്മൾ കുറച്ച് നെയ്യ് നമ്മളും തൂകുന്നുണ്ട്, അധികം ഇല്ല, ഒരു ശകലം നെയ്യ് നമ്മൾ അത് വെന്തെല്ലാം കഴിയുമ്പോൾ ഒന്ന് തൂകുന്നുണ്ട്. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇതാ റെഡി ആയിട്ടിരിക്കുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പരുവം വരുന്നത് കേട്ടോ. ഒരുപാട് ചാറില്ല, ഒരുപാട് ഇട്ടാൽ തന്നെ ഒരു ചിക്കൻ കറിക്ക് ഒരു ടേസ്റ്റ് കാണത്തില്ല. ഇതുപോലെ റോസ്റ്റ് ഉണ്ടാക്കുന്നതാണ് ഇതിനൊക്കെ നല്ലത്. പിന്നെ കണ്ടോ നമ്മളത് കഴിക്കുന്നത്. അപ്പോൾ ഇച്ചിരി ചാറും ഇതിൻ്റെ ആ റോസ്റ്റിൻ്റെ ഇച്ചിരി അരപ്പ് ശകലം മതി. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടോണ്ട് നല്ല ഇച്ചിരി